ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത സീസണിലേക്ക് ഒരു മികച്ച സെന്റർ ബാക്കിനെ ഇപ്പോൾ FC ബാഴ്സലോണക്ക് ആവശ്യമായി വരികയാണ്. ഇന്റർ മിലാന്റെ താരമായ ബാസ്റ്റോണയെയാണ് അവർ പ്രധാനമായും പരിഗണിക്കുന്നത്. പക്ഷേ ഈ താരത്തിന് വേണ്ടി ഇന്റർ മിലാൻ വലിയ തുകയാണ് ആവശ്യപ്പെടുന്നത്. 60 മില്യൺ യൂറോക്കും 70 മില്യൺ യൂറോക്കും ഇടയിലുള്ള ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി നൽകണം എന്നുള്ളതാണ് ഇന്റർ മിലാന്റെ ആവശ്യം. എന്നാൽ ഇത്രയധികം തുക നൽകാൻ ഇപ്പോൾ FC ബാഴ്സലോണ ഒരുക്കമല്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ഓപ്ഷനുകളെ അവർ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു താരമാണ് അർജന്റീൻ സൂപ്പർ താരമായ ക്രിസ്ത്യൻ റൊമേറോ. ഈ സീസണിന് ശേഷം ടോട്ടൻഹാം വിടാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൻഹാം ഇപ്പോൾ റെലഗേഷൻ സോണിലാണ് ഉള്ളത്. അതായത് പ്രീമിയർ ലീഗിലെ അവസാനത്തെ മത്സരത്തിൽ ടോട്ടൻഹാം പരാജയപ്പെടുകയും മറുഭാഗത്ത് വെസ്റ്റ് ഹാം വിജയിക്കുകയും ചെയ്താൽ ടോട്ടൻഹാം സെക്കൻഡ് ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും എന്നുള്ളതാണ്. റെലഗേറ്റ് ആയാലും ഇല്ലെങ്കിലും ക്രിസ്ത്യൻ റൊമേറോ ഇപ്പോൾ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു. ഏതായാലും സ്പർസ് തരം താഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് FC ബാഴ്സലോണക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എന്തെന്നാൽ ക്രിസ്ത്യൻ റൊമേറോയുടെ വില കുറയാൻ സാധ്യതയുണ്ട്. നിലവിൽ 60 മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ള നിലപാടിലാണ് ടോട്ടൻഹാം ഉള്ളത്. എന്നാൽ ഈ തുക നൽകാൻ FC ബാഴ്സലോണ ഒരുക്കമല്ല എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റെലഗേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ വില കുറയും, ഡിമാൻഡ് കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് FC ബാഴ്സലോണയുള്ളത്. ഏതായാലും ക്രിസ്ത്യൻ റൊമേറോയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ FC ബാഴ്സലോണ ആരംഭിക്കുകയാണ് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ക്രിസ്ത്യൻ റൊമേറോ ടോട്ടൻഹാം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല ക്ലബ്ബുകളും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകളുണ്ട്. പക്ഷേ സ്പർസ് ആവശ്യപ്പെടുന്ന തുക നൽകാൻ പല ക്ലബ്ബുകളും തയ്യാറല്ല. FC ബാഴ്സലോണയും വളരെ സൂക്ഷ്മമായി കൊണ്ടാണ് ഈ അവസ്ഥ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. റൊമേറോയെ സ്വന്തമാക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എന്നാൽ 60 മില്യൺ യൂറോ നൽകാൻ അവരിപ്പോൾ തയ്യാറല്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.